വെൽക്കം ബാക്ക് ടു ദ ഷോ ടയർ ടോക്സ്. അപ്പോൾ ഫൈനലി നമ്മുടെ ഈ ഒരു സെഗ്മെന്റിന് പേരിട്ടിരിക്കുകയാണ് ടയർ ടോക്സ് എന്നാണ്. നമ്മൾ വാഹനങ്ങളുടെ ന്യൂസും പിന്നെ കുറച്ച് പരദൂഷണമൊക്കെ പറയുന്ന ഈ ഒരു സെഗ്മെന്റിന് നമ്മൾ ടയർ ടോക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. നിങ്ങൾ കാര്യമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അടുത്തടുത്ത വീഡിയോസ് കുറച്ചും കൂടെ അടിപൊളിയാക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ന്യൂസിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഗൂർക്ക വന്നിരിക്കുകയാണ്. അതിന് 5 ഡോർ വന്നിട്ടുണ്ട്, അതുപോലെ 3 ഡോറും അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് 5 ഡോറിന്റെ ഡിസൈൻ അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. 5 ഡോറിന് പ്രോബ്ലം ഒന്നുമില്ല. സെക്കൻഡ് റോയിലെ സീറ്റുകൾക്ക് പോലും അത്ര കംഫർട്ടബിൾ ഇല്ല വാഹനത്തിനകത്ത്. പിന്നെ അത് അവർ 3rd റോയിലേക്ക് ഒരു സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു 5 പേരെയാണ് നമ്മൾ എപ്പോഴും ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിലെ റോ നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത്. അപ്പം സെക്കൻഡ് റോ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കി കുറച്ചും കൂടെ നല്ല സീറ്റുകളൊക്കെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല ഇന്റീരിയറിനകത്തേക്ക് നോക്കുകയാണെങ്കിലും സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 1990കളിലെ വണ്ടിയുടെ ഒരു ലുക്സിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പല ആളുകളും വന്നിട്ട് പറയും ഈ വണ്ടി ഓഫ് റോഡിന് വേണ്ടിയുള്ള പർപ്പസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിന്റെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊരു പഴമ ഫീൽ ചെയ്യില്ല. കാരണം അതൊരു ഇപ്പോഴത്തെ വണ്ടികളുടെ ആ ഒരു പണ്ടത്തെ വാഹനമാണ്. അതിന്റെ ഡിസൈൻ അവർ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ കുറച്ചും കൂടെ ന്യൂജൻ ആക്കിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ഇന്റീരിയർ ചെയ്യായിരുന്നു. ഇതിപ്പോൾ പഴയ വണ്ടിക്കകത്ത് 2 ഡിസ്പ്ലേ വെച്ച രീതിയിലാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 7 ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. TPMS ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 9 ഇഞ്ചാണ് വരുന്നത്. പക്ഷേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കൊടുത്തിട്ടില്ല ഇന്നത്തെ കാലത്തും. അതും 10-17 ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനത്തിനകത്ത് കൊടുക്കേണ്ടതാണ്. അതിന് പകരം അവർ കൊടുത്തിരിക്കുന്നത് മൊബൈലിന്റെ നമുക്ക് സ്ക്രീൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ മിററിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്തോ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. അടുത്ത ന്യൂസ് എന്ന് പറയുമ്പോൾ മഹേന്ദ്രയുടെ XUV 300 വന്നിട്ടുണ്ട്. പക്ഷേ 300യുടെ അപ്ഡേഷൻ 3XO വന്നിട്ടുണ്ടല്ലോ. പ്രൈസ് വരുന്നത് 7,49,000 രൂപ മുതൽ 15,49,000 രൂപ വരെയാണ്. എക്സ്ഷോറൂം പ്രൈസ് ആണ് ഞാൻ ഈ പറയുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ലുക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വണ്ടിയാണ്. ഈ റെഡ് കളറിൽ കാണുന്ന പോർഷനിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ സ്റ്റീലിന്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നല്ല സ്ട്രെങ്ത് ഉള്ള സ്റ്റീലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 45%ഓളം സ്ട്രെങ്ത് കൂടിയ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. 35ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കണകുണാന്ന് കുറേയൊക്കെ കാണും. മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു 4 ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് 6 എയർ ബാഗ്സ് വന്നിട്ടുണ്ട്. 4 വീലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക് വൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ പ്രീ ബ്രേക്ക് ഫിൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ പ്രീ ബ്രേക്ക് ഫിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ ഇപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്സിലേറ്റർ ഒന്ന് കാലെടുക്കുന്ന സമയത്ത് ഈ ബ്രേക്ക് പാഡുകൾ ഡിസ്കിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കാതിരിക്കാനാണ്. അപ്പോൾ പെട്ടെന്ന് അത് പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വീണ്ടും തിരിച്ച് ആക്സിലേറ്ററിലാണ് കാല് കൊടുക്കുന്നതെങ്കിൽ ഇത് തിരിച്ച് വീണ്ടും പഴയ പൊസിഷനിലേക്ക് പോകും. അതാണ് ബ്രേക്ക് പ്രീഫിൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നെക്സോൺ, സോണറ്റ്, വെന്യൂ, ബ്രസ അങ്ങനെ വണ്ടികൾക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം മഹേന്ദ്രയുടെ വണ്ടി എപ്പോഴും നല്ലതാണ്. പക്ഷെ കുറച്ചൊരു ഓൾഡ് ലുക്കായിരുന്നു XUV 300 എന്നുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ലുക്സും കുറച്ചും കൂടെ മാറി. ഇന്റീരിയർ ആയാലും പുറത്ത് എക്സ്റ്റീരിയറിന്റെ ലുക്സ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ആകാനുള്ള സാധ്യതയും ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ചൈനയിലെ ന്യൂസിലേക്ക് പോകാം. ചൈനയിലെ ന്യൂസ് വേറെ ഒന്നുമല്ല, മെർസിഡീസിന്റെ E ക്ലാസ് ലോങ് വീൽ ബേസ് അവിടെ ബീജിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടോ ഷോയിലകത്ത് കാണിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഈ വർഷം അവസാനത്തേക്ക് ഇന്ത്യയിലേക്ക് വരും എന്നൊക്കെ, ഇന്ത്യയിലും അപ്ഡേറ്റ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. വലിയ ഷേപ്പിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഒരു അടിപൊളി ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻഡർ വരുന്നു. ഡിഫൻഡറിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഡിഫൻഡറിന്റെ പേരല്ല മാറ്റിയിരിക്കുന്നത്, ഡിഫൻഡർ ഒക്ട എന്നാണ് പുതിയ ഡിഫൻഡറിനെ വിളിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ട ഹെഡ്രോൺ എന്ന് പറയുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഡയമണ്ടിന്റെ ആണ്. ലോകത്തിലെ ഏറ്റവും കട്ടി കൂടിയ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. അപ്പം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ഡിഫൻഡർ എന്നുള്ള രീതിയിലാണ് അവർ ആ പേര് ഇട്ടിരിക്കുന്നത്. എനിവേ പല ആളുകളും ലാൻഡ് ക്രൂയിസർ ഉണ്ട് ഇന്ന് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയും. ലാൻഡ് ക്രൂയിസറും പെട്രോളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഡിഫൻഡറിന് വേറെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അവർ പറയുന്നത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിളും ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള വെഹിക്കിളും ആണ്. അതുകൊണ്ടാണ് ആ പേര് നൽകുന്നതെന്നാണ് ലാൻഡ് റോവർ പറയുന്നത്. ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഡിഫൻഡറിന്റെ എല്ലാം പേര് ഡിഫൻഡർ ഒക്ട എന്നായിരിക്കും വരിക എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് BMW കയ്യിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന 4.4 ലിറ്റർ V8 ട്വിൻ ടർബോ എഞ്ചിനാണ്. 618 HP പവറും 800 Nm ടോക്കുമാണ് ഈ ഒരു വണ്ടി. അടിപൊളി പവർ ആയിരിക്കും. സംഭവം വേറെ ലെവലൊക്കെ ആയിരിക്കും. എന്തായാലും വരട്ടെ, ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ലോഞ്ച് ആവുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് പൾസറിന്റെ 400 വരുന്നു. പൾസർ 400 ആണ്, ഡോമിനാർ അല്ല. ഡോമിനാറിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെയിം എഞ്ചിനാണ്, 373cc ആ ഒരു സെയിം എഞ്ചിനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. NSന്റെ ആ ഒരു ലുക്കിനോടൊക്കെ ഓൾമോസ്റ്റ് സാമ്യമുള്ളൊരു ലുക്ക് തന്നെയാണ്. ഹെഡ്ലൈറ്റിന്റെ ഒക്കെ ചേഞ്ചസ് കുറച്ച് വന്നിട്ടുണ്ട്, ഡിസൈനൊക്കെ. പിന്നെ ടയേഴ്സ് ഒക്കെ കുറച്ചും കൂടെ സൈസ് കൂടുതലായിരിക്കും, ഡോമിനാറിനകത്ത് വരുന്ന ആ ഒരു സൈസ് ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും നാളെ കഴിഞ്ഞ് മെയ് 3-ാം തീയതി ആകുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാകും. അന്ന് നമുക്ക് പ്രൈസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നൊരു ന്യൂസ് എന്ന് പറയാൻ ഇഗ്നീസ് എടുക്കുന്ന ആളുകൾക്ക്, ഇഗ്നീസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് സന്തോഷ വാർത്തയാണ്. ഇഗ്നീസിനെ ഇലക്ട്രിക് ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങ് പൂനെയിലുള്ള ഒരു കമ്പനി, നോർത്ത് വേ മോട്ടോഴ്സ് എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര്. അവരുടെ കയ്യിലുള്ള ഒരു റെട്രോഫിറ്റ് EV എന്ന് പറയുന്ന ഒരു കിറ്റ് ഈ ഒരു ഇഗ്നീസിന് പെർഫെക്റ്റ് ആണ്, കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. 200 കിലോമീറ്റർ സ്പീഡ് വരെ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊരു സെയിൽസ് എന്നുള്ള രീതിയിൽ അവർ ചെയ്യും. എനിക്ക് തോന്നുന്നു 2.5 ലക്ഷം രൂപ എങ്ങാണ്ടാണ് ഇതിന് പ്രൈസ് വരുന്നത്. EV ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് പ്രൈസ് വരുന്നത്. ബാറ്ററിയുടെ കപ്പാസിറ്റിയോ എത്ര റേഞ്ച് ഓടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ സ്പീഡ് അച്ചീവ് ചെയ്യുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തൊരു EVയുടെ ന്യൂസ് എന്ന് പറയുന്നത് MG 500 ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവർ 1000 എണ്ണത്തിന്റെ ഒരു ടാർഗറ്റിൽ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2022-ലാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 500 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഓരോ EV സ്റ്റേഷൻ ഓപ്പൺ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രോജക്റ്റ്. ഇപ്പം 500 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഇനി 500 എണ്ണം കൂടെ ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. EV ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ അവരൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ EV വാഹനങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് അവരിത് ചെയ്യുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഓഡി ഇന്ത്യ ഒരു ന്യൂസ് പറഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഓഡി വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ ചെറിയ സങ്കടം വരും. അവർ 2% പ്രൈസ് കൂട്ടുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് കൂടുന്നു, അതുകൊണ്ടാണ് അവർ കൂട്ടുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതും കണ്ടുകൊണ്ട് ബാക്കി ബ്രാൻഡുകളൊന്നും കൂട്ടാതിരുന്ന നമ്മുടെ ഭാഗ്യം. ജൂൺ 1-ാം തീയതി മുതലാണ് ഈ ഒരു പ്രൈസ് ഹൈക്ക് നമുക്ക് നിലവിൽ വരിക എന്നാണ് പറയുന്നത്. വണ്ടിയുടെ ന്യൂസിൽ നിന്ന് നമുക്ക് നേരെ മറ്റൊരു ന്യൂസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അല്ലു അർജുന്റെ കാർ കളക്ഷൻ എന്നും പറഞ്ഞ് വേറൊരു പേജിനകത്ത് കാണിച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ഈ ഒരു പിക്ചർ ഞാനത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ നോർത്ത് വന്നതാണ്. അല്ലു അർജുന്റെ വണ്ടികളുടെ കളക്ഷൻ എന്ന് പറഞ്ഞ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോയ് പുള്ളിയുടെ കയ്യിലുണ്ട്. BMW X6M എന്ന് പറയുന്ന വണ്ടി പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. വോൾവോ XC90 T8 എന്ന് പറയുന്ന വേരിയന്റും പുള്ളിയുടെ കയ്യിലുണ്ട്. റേഞ്ച് റോവറിന്റെ വോഗ് ഉണ്ട്. പിന്നെ ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. ഇതെല്ലാം പുറമെ ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു വാനിറ്റി വാൻ ഉണ്ട്. അപ്പം ഫാൽക്കൺ എന്ന് കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി കൺഫ്യൂസ് ആയി. ഇത് വല്ല പുതിയ ബ്രാൻഡാണോ അല്ലെ ഏതെങ്കിലും ബ്രാൻഡാണോ എന്ന് അറിയാനായിട്ട് ഞാൻ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഈ ഒരു വണ്ടി അല്ലു അർജുന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വണ്ടിക്ക് പേരിട്ടിരിക്കുന്നതാണ് ഫാൽക്കൺ എന്ന്. 7 കോടി രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഒരു ലക്ഷറി ഹോട്ടലിൽ ഉള്ളതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. 7 കോടി രൂപ എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. ഒരു സിനിമയ്ക്ക് 125 കോടി രൂപയൊക്കെയാണ് പുള്ളിക്കാരൻ വാങ്ങുന്നത്. അപ്പൊ പുള്ളിക്ക് 7 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിച്ചൊരു വണ്ടിയുടെ ന്യൂസിലേക്ക് പോകാം. ക്രെറ്റ EV പല സ്ഥലങ്ങളിലും ടെസ്റ്റിംഗ് നടക്കുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഈ വർഷം അവസാനത്തേക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് അവരുടെ പ്ലാൻ എന്നാണ് നമ്മൾ അറിയുന്നത്. അടുത്ത വർഷം ആദ്യത്തെ ഒരു ക്വാർട്ടറിൽ തന്നെ നമുക്ക് ഈ വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് എന്തിനാ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സുസുക്കിയുടെ EVX എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രിക് വണ്ടി കുറച്ചും കൂടെ ഡിലേ ആകുമെന്ന് പറയുന്നു. ഈ വർഷം സെപ്റ്റംബറിൽ അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അതിന് മുന്നായിട്ട് ക്രെറ്റ EV കൊണ്ടുവരാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. പക്ഷെ ചേഞ്ചസ് ഒന്നുമില്ല. IC എഞ്ചിന് ആ ഒരു സെയിം ലുക്സും കാര്യങ്ങളും ഒക്കെയാണ്. മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് സ്കോഡ ബേസ് മോഡൽ തൊട്ട് ഇപ്പൊ സ്ലാവിയ, കുഷാക്ക് തുടങ്ങിയ വണ്ടികളിൽ ബേസ് മോഡൽ തൊട്ട് അവർ 6 എയർ ബാഗ്സ് കൊടുക്കാനായിട്ട് പോവാണ്. അത് നല്ലൊരു കാര്യമാണ്. ചുമ്മാ അതൊന്നുമല്ല കേട്ടോ. 10,000 മുതൽ 35,000 രൂപയോളം വില കൂട്ടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. പലരും EMI ഒക്കെ ഇട്ട് വാങ്ങുമ്പോൾ അതൊക്കെ ചെറിയൊരു എമൗണ്ട് ആയിട്ടേ കൂടുള്ളൂ. നോ പ്രോബ്ലം. എന്തായാലും 6 എയർ ബാഗ്സ് ബേസ് മോഡൽ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ അവരുടെ ഈ 2 വണ്ടികളും 5 സ്റ്റാർ സേഫ്റ്റി ഗ്ലോബൽ എൻക്യാപ്പിനകത്താണ്. ഗ്ലോബൽ എൻക്യാപ്പ് തട്ടിപ്പാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പല ബ്രാൻഡുകളും ഗ്ലോബൽ എൻക്യാപ്പിന്റെ ആ ഒരു റേറ്റിംഗ് വെച്ചിട്ടാണ് അവർ പരസ്യം ചെയ്യുന്നതൊക്കെ. അപ്പം നമ്മളും അത് തന്നെ പറയാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ ഇടയ്ക്ക് അവരവരുടെ ആ ഒരു നോംസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം പല വണ്ടികളുടെയും റേറ്റിംഗ് താഴോട്ടും പോയിട്ടുണ്ട്. സേഫ്റ്റി പോയിന്റ്സ് അപ്പോൾ സ്കോഡയ്ക്ക് കുറച്ചും കൂടെ കൂടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആംപിയർ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നെക്സസ് എന്ന് പറയുന്ന അവരുടെ പ്രീമിയം സ്കൂട്ടർ ഇന്നലെ ലോഞ്ച് ആയിട്ടുണ്ട്. EX ST എന്ന് പറയുന്ന 2 വേരിയൻസ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. 1,10,000 രൂപയും 1,20,000 രൂപയും. അപ്പോൾ ഈ ബേസ് മോഡൽ വാങ്ങുന്ന ആളുകൾക്ക് അതിനകത്ത് കിട്ടുന്ന ഡിസ്പ്ലേയുടെ സൈസ് 6.2 ഇഞ്ച്. അതേപോലെ ടോപ്പ് വേരിയന്റ് വാങ്ങുമ്പോൾ 7 ഇഞ്ച്. അങ്ങനത്തെ ഡിസ്പ്ലേയുടെ സൈസ് ഒക്കെയാണ് വ്യത്യാസം വരുന്നത്. അല്ല റേഞ്ചിനകത്ത് വലിയ ഡിഫറൻസ് ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ടോപ്പ് സ്പീഡ് വരുന്നത്
93 കിലോമീറ്റർ സ്പീഡാണ്. 136 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. എത്ര കിട്ടുമെന്നൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ അറിയാം. ഫുൾ ചാർജ് ആകാനായിട്ട് 3.3 മണിക്കൂർ എടുക്കും. അതേപോലെ ഇൻഡിക്കേറ്റർ ഓട്ടോ കട്ട് ഓഫ് ആകുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാനായിട്ട്. അപ്പം അത് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ കാണിക്കാം. ഒരു പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നതാണ്. ടോൾ പിരിക്കുന്നത് ടോൾ ഇങ്ങനെ നിന്ന് പിരിക്കുന്നതല്ല, അതിങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടോൾ ഇങ്ങനെ കട്ടായി പോകുന്ന രീതിയിലാണ് പുറത്തൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട്. ദുബായിൽ ഷെയ്ഖ് സായിദ് റോഡിലൊക്കെ ആ രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മറ്റേ പാലിയക്കരയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇപ്പോൾ 1-2 ഇപ്പോൾ ഒരുപാട് താമസമൊന്നുമില്ല എങ്കിലും 1-2 മിനിറ്റൊക്കെ നമ്മൾ കിടന്നിട്ട് വേണം നമുക്ക് പോകേണ്ടി വരിക. ചില സമയങ്ങളിൽ അത്രയും താമസം ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. 30-40 സെക്കൻഡ് കൊണ്ടൊക്കെ ചിലപ്പോൾ കവർ ചെയ്ത് പോകാറുണ്ട്. എങ്കിലും നമ്മൾ ഫുൾ ടോൾ കൊടുക്കാറുണ്ട് ഓരോ റോഡിനും അല്ലേ. 30 കിലോമീറ്റർ ഉള്ള ഒരു റോഡാണെങ്കിൽ നമ്മളൊരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഫുള്ള് ടോൾ നമ്മൾ കൊടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാ ടോളുകളും പാസ്സായി പോവുകയാണെങ്കിൽ മാത്രമേ ഫുൾ എമൗണ്ട് പോവുള്ളൂ. ഇടയ്ക്ക് നമ്മൾ വേറൊരു വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ ട്രാവൽ ചെയ്ത ദൂരം മാത്രമേ ഇതിനകത്ത് നിന്ന് കട്ടാവുന്നുള്ളൂ. അപ്പം അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് ഇതൊന്നും ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കുറച്ച് പിടിക്കാന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര പിടിക്കാവോ മാക്സിമം പിടിക്കുന്നത് കൊണ്ട് ഓക്കെ. ഇത്രയൊക്കെയാണ് നമ്മുടെ ന്യൂസിന്റെ ഒരു സെറ്റപ്പ്. നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പ്രോബ്ലംസും മിസ്റ്റേക്സും ഞാൻ പറയുന്നതിനകത്തുള്ള തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ എല്ലാം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഈ ടോണും ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയി വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.